ഒരു 18-19 വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ ഒരു കപ്പിള് മൂന്നാർ ഹണിമൂണിന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഹസ്ബൻഡ് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭാര്യയും അതുപോലെ തന്നെ ആ ഭാര്യയുടെ വേറൊരു കാമുകനും വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അയാളെ കൊലപ്പെടുത്തിയതായിരുന്നു. അതിനുശേഷം അവിടെ മോഷണം നടന്നു, ഭർത്താവിനെ വേറെ ആരാണ്ട് കൊന്നു എന്നൊക്കെയുള്ളൊരു ഡ്രാമ കളിക്കുകയും പിന്നീട് അവരെ പിടികൂടുകയും ചെയ്തൊരു കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഐക്കാർഡും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുക്കാം. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇടയ്ക്ക് മേഘാലയയിൽ നടന്നത്. അതായത് ഇതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കപ്പിള് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ട്രക്കിംഗ് ട്രയലിൻ്റെ അവിടെ നിന്ന് ഒരു കൊക്കയിൽ ഒരു മൃതദേഹം കിടക്കുന്നത് പോലീസുകാർ കാണുകയാണ്. അതായത് ഈ കപ്പിൾ മിസ്സിംഗ് ആയിരുന്നു. അതിനുശേഷം ഇവർ അന്വേഷിക്കുന്നതിനിടയിൽ ഈ പയ്യൻ്റെ മൃതദേഹം പോലീസുകാർ കണ്ടെടുത്തു. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിൽ പല കാര്യങ്ങളും പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, അതുപോലെ തന്നെ പോലീസുകാർ എങ്ങനെയാണ് ഈ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്, ഇപ്പോൾ ആ കേസ് എവിടം വരെ എത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അവിടെയാണ് രാജാ രഘുവംശിയുടെ ഫാമിലി താമസിച്ചിരുന്നത്. ആ ഒരു പയ്യന് കല്യാണപ്രായമൊക്കെ ആയ സമയത്ത് വിവാഹാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെയാണ് സോനം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹാലോചന വരുന്നത്. അപ്പോൾ ഒരു 5-6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവർ തമ്മിൽ. ഒരു പ്രോപ്പർ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അവരുടേത്. രണ്ടുപേരുടെയും ബിസിനസ് ഫാമിലി ആയിരുന്നു. അതായത് ഈ രഘുവംശിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി കൺസ്ട്രക്ഷൻ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ സോനമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി പ്ലൈവുഡിൻ്റെ ബിസിനസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബിസിനസ് പരമായിട്ടും നല്ലൊരു ബന്ധമാണ്. അതേപോലെ തന്നെ കുഴപ്പമില്ല, രണ്ടുപേരും നല്ലൊരു കൂട്ടരാണ് എന്നുള്ള രീതിയിൽ രണ്ട് ഫാമിലിയും കണ്ടു ഉറപ്പിച്ച് അങ്ങനെയായിരുന്നു ആ ഒരു കല്യാണം നടന്നത്. എന്നാൽ ഈ വിവാഹത്തിന് മുൻപ്, അതായത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ആളുടെ വുഡ്ബിയെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ആ പയ്യൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, അതുപോലെ തന്നെ തിരിച്ചു വിളിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പയ്യന് തോന്നുകയാണ് തൻ്റെ മേലെ അവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് തോന്നുന്നുണ്ട് ആ പെൺകുട്ടിക്ക് എൻ്റെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ നമുക്കിത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോകണോ, നമുക്ക് ഈ ഒരു വെഡിങ് കോൾ ഓഫ് ചെയ്താലോ എന്നുള്ളൊരു കാര്യം അമ്മയുടെ അടുത്ത് സംസാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്തൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന്. അതിനുശേഷം ഈ അമ്മ തൻ്റെ മരുമകളാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് സംസാരിക്കുകയാണ്. ഇതേപോലെ തന്നെ എന്താ പറയുക, നീ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കേട്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഒരുപാടധികം വർക്ക് ലോഡ് ഉണ്ട്, പിന്നെ മാരേജിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ബിസി ആയിരുന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളത് ആ പെൺകുട്ടി പറയുകയാണ്. എന്നാൽ പാരലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആ പെൺകുട്ടി ആ സമയത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ മെയ് 11 ഇവരുടെ വിവാഹം ഗംഭീരമായിട്ട് നടക്കുകയാണ്. വളരെ ആർഭാടപൂർവമായിട്ടുള്ളൊരു വിവാഹമായിരുന്നു ഇവരുടേത്. രണ്ടുപേരുടെ ഫാമിലിയും നല്ല രീതിയിൽ പൈസ ഇറക്കിയിട്ട് അത്തരത്തിലുള്ളൊരു കല്യാണമായിരുന്നു അവരുടേത്. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഹസ്ബൻഡും വൈഫും അങ്ങ് സെറ്റാവുന്നില്ല. അതായത് ഈ വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്ത് തീരെ അങ്ങ് എന്താ പറയുക, അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ രഘുവംശി ചോദിക്കുകയാണ് സോനത്തിനോട് എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സോനം പറയാണ്, എനിക്ക് പെട്ടെന്നുകൊണ്ട് അങ്ങനെ അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ല, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, നമുക്കൊരു ഹണിമൂണൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മറ്റൊക്കെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും എന്നുള്ളൊരു രീതിയിൽ ഈ പെൺകുട്ടി ഈ രഘുവംശിയുടെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ ഹണിമൂണിന് പോകാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് ഈ ഒരു സോനത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മേഘാലയ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ നോക്കുമ്പോൾ മേഘാലയയിലോട്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരത്ത് ഹണിമൂണിന് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നല്ല സ്ഥലമാണ്, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി വാശി പിടിക്കുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു പയ്യൻ സമ്മതിച്ചു. അപ്പോൾ എത്ര പൈസ ചിലവ് വരുമെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, ഒരു 8-9 ലക്ഷം രൂപ ഈ ഒരു ചെക്കൻ ആ ഒരു പെൺകുട്ടിക്ക് ഇതിൻ്റെ ചിലവിനും കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തതായിട്ടും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അവിടെയുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്തതെല്ലാം. അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന്. അതായത് കാമാഖ്യ ടെമ്പിളിൽ പോകണം, അപ്പോൾ അത് ഹസ്ബൻഡിനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ പോകുമ്പോൾ ആഭരണങ്ങളൊക്കെ ധരിച്ച് പോകണം, അതിനുവേണ്ടി ആഭരണങ്ങളും കുറച്ച് കൊണ്ടുപോകാന്നുള്ളത് ഈ പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ
ഈ രഘുവംശി തൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, വിവാഹത്തിൻ്റെ അടുത്ത് ആഭരണങ്ങൾ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ടൈമിൽ, ആ ടൈമിൽ ഫാമിലി മെമ്പേഴ്സ് മൂപ്പർ അഡ്വൈസ് ചെയ്തത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ഗോൾഡും കൊണ്ടുപോകുന്നത് അത്രയും അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ സാധനം തന്നെ നോക്കി വെച്ചിരിക്കുന്നത് വേറൊരു പണിയായിട്ട് മാറും എന്നുള്ളത് അവർ പറയാണ്. എന്നാൽ ഈ പെൺകുട്ടി പറയാണ് അവിടെ പോകണം, അപ്പോൾ ആഭരണങ്ങൾ ധരിച്ചു പോകണം, അങ്ങനെ ചടങ്ങുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് തന്നെയായിരുന്നു ഇവർ അങ്ങോട്ട് പോയതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ മെയ് 20-ന് ഇവർ ഹണിമൂണിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ സോനം 15-ാം തീയതി തന്നെ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയായിരുന്നു, കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് വേണ്ടിയിട്ട്. മെയിനായിട്ട് ഇയാളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോനം ആ സമയത്ത് സ്വന്തം വീട്ടിലോട്ട് പോയത്. അതിനുശേഷം അവർ കറക്റ്റ് 20-ാം തീയതി അവിടുന്ന് ഹണിമൂണായിട്ട് യാത്ര തിരിക്കുകയാണ്. ആദ്യത്തെ 3 ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ പോലെ തന്നെ അവളോടൊക്കെ കറങ്ങി അതും ഇതൊക്കെ കണ്ടു. അതേപോലെ തന്നെ വീട്ടിലോട്ട് വിളിച്ച് കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 23-ാം തീയതി ഇവരൊരു ട്രക്കിങ്ങിന് പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലാസ്റ്റായിട്ട് ഫോൺ ചെയ്തത്. അങ്ങനെ അവരൊരു സ്കൂട്ടർ വാടകയ്ക്ക് എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്നാൽ അതിനുശേഷം അവരെക്കുറിച്ച് ആരും തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് പാരൻസ് പാനിക് ആവുകയാണ്. അവരെത്ര ട്രൈ ചെയ്തിട്ട് ഇവരെ കിട്ടുന്നില്ല. അങ്ങനെ ഇവർ പോലീസിൽ പോയിട്ടൊരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാണ്. എന്നിട്ട് അവിടുത്തെ പോലീസുകാർ നേരെ എന്താ പറയുക, ഈ മേഘാലയയിലുള്ള പോലീസുകാരെ കോൺടാക്ട് ചെയ്യാണ്. അങ്ങനെ ആ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവരന്വേഷിച്ചിട്ടും അവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കും പെട്ടെന്നുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ജൂൺ 2-ാം തീയതി ഇവർ റെൻറ്റിനെടുത്ത ബൈക്ക് പോലീസുകാർ ഇവർ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം മാറിയിട്ട് കണ്ടെത്തുകയായിരുന്നു. സോറ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു ബൈക്ക് കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് പോലീസുകാർ അരിച്ചു പറക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ കൊക്ക പോലുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ പോലീസ് ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അത് ഈ രാജാ രഘുവംശിയുടെ മൃതദേഹമായിരുന്നു. അങ്ങനെ മൃതദേഹവും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അപ്പോൾ മരിക്കുന്നതിന് മുൻപ് കൂർമ്മയുള്ള ആയുധം കൊണ്ട് ഇയാളെ ആക്രമിച്ചതായിട്ട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരികയാണ്. പോലീസുകാർ ആ ഒരു ഏരിയ സെർച്ച് ചെയ്ത സമയത്ത് മർഡർ വെപ്പൺ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കത്തികളും കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള ഈ ഒരു സോനമിൻ്റെ ഒരു എന്താ പറയുക ഡ്രസ്സ്, അതുപോലെ തന്നെ എന്താ പറയുക പൊളിഞ്ഞ തരത്തിലുള്ളൊരു ഫോൺ, പിന്നെ സ്മാർട്ട് വാച്ച് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും പോലീസിന് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു മിസ്സിംഗ് കേസ് ഒരു മർഡർ കേസായിട്ട് മാറുകയായിരുന്നു. എന്നാൽ സോനമിനെ കാണാനില്ല. അപ്പോൾ സോനമിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് പോലീസുകാർ കാൽനടയായിട്ടും അതേപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടും അവിടെയൊക്കെ സെർച്ച് ചെയ്തു, ഡ്രോൺ ഉപയോഗിച്ച് സെർച്ച് ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള സെർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തി. എന്നാലും അവരെവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലൂവും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സെർച്ചും കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നേച്ചർ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടെ അങ്ങനെ സെർച്ച് ചെയ്യൽ അത്രയും എളുപ്പമുള്ളൊരു ടൈം ആയിരുന്നില്ല അത്. പോലീസുകാർ ആദ്യം കരുതിയത് ഈ ഒരു രാജാ രഘുവംശിയെ കൊലപ്പെടുത്തിയതിന് ശേഷം സോനമിനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാപൂരിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് സറണ്ടർ ആകുന്നത്. അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവർ തന്നെയാണ് ഇവരുടെ ഹസ്ബൻഡിനെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതെന്നും ഇവരുടെ സഹായത്തിനായിട്ട് 3-4 പേരുണ്ടായിരുന്നതായിട്ടും പോലീസുകാർ മനസ്സിലാക്കി. അപ്പോൾ കാമുകനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഹസ്ബൻഡിനെ ഇല്ലാതാക്കിയത്. ഇവരുടെ കാമുകന്റെ പേര് രാജ് കുഷ്വാഹ എന്നായിരുന്നു. അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ആകാശ് രജ്പുത്, വിശാൽ ചൗധരി എന്ന് പറയുന്ന 2 പേരെ കൂടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരുടെ 3 പേരെയും കൂടാതെ വേറൊരാളുണ്ടായിരുന്നു. അയാളെ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു പോലീസുകാർക്ക് പിടികൂടാനായിട്ട് സാധിച്ചത്. ആനന്ദ് കുർമി എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ഈ ഒരു കുഷ്വാഹ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യായിരുന്നു. ഈ പ്ലാനും കാര്യങ്ങളൊക്കെ സോനവും കുഷ്വാഹയും കൂടെയും 2 പേരും കൂടെയും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹണിമൂണിന് മേഘാലയ പോകണം, അതേപോലെ തന്നെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ട്രയലിലൂടെ പോകണം എന്നുള്ളതൊക്കെ ഇവരുടെ പ്ലാൻ ആയിരുന്നു. അതിന് മുൻപ് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെക്കിംഗ് ട്രയലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ നിന്ന് വീണൊരു വിദേശി മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊട്ടേഷൻ കൊടുത്ത ആളുകൾക്ക് ഇയാളെ കൊലപ്പെടുത്താനായിട്ട് സാധിച്ചില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് കൊണ്ട് ആ ഒരു പരിപാടി നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അയാളെ തള്ളിയിട്ട് കൊല്ലാനും ഈ ഒരു സ്ത്രീക്ക് പ്ലാൻ ഉണ്ടായിരുന്നതായിട്ടും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു കേസിൽ സോനത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്ന മറ്റൊരു കാരണം ഒരു ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയായിരുന്നു.
അപ്പോൾ ആൽബർട്ട് എന്നായിരുന്നു ആളുടെ പേര്. ആള് പോലീസിന് കൊടുത്ത മൊഴി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നെന്നും അപ്പോൾ ഗൈഡ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ ആ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ 23-ാം തീയതി ആ ഒരു ട്രക്കിംഗ് ട്രയലിൻ്റെ അവിടെ വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോടുകൂടെ വേറൊരു 3 പേരോട് ഉണ്ടായിരുന്നു. ഇതിൽ ഈ സ്ത്രീ പിറകിലായിട്ടായിരുന്നു നടന്നിരുന്നത്. ഈ സ്ത്രീയുടെ ഹസ്ബൻഡും ബാക്കിയുള്ളവരും മുന്നിലായിട്ടുമായിരുന്നു നടക്കുന്നുണ്ടായിരുന്നതെന്നും ആൾ പറയുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഗൈഡും കാര്യങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം ഇയാളും അവരെ തന്നെ കണ്ടിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അവർ നടക്കുന്ന സമയത്ത് ഹിന്ദിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നതായിട്ടും ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ആൾക്ക് ഹിന്ദി ആയതുകൊണ്ട് അത് എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. ആൾക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ പോലീസുകാരങ്ങനെ ആ ഒരു 3 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. അതായത് അവർ 3 പേരുമാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ആ ഒരു ഇതിലോട്ട് പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും തന്നെ ആയിരിക്കും ഈ ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഇതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ വെച്ചിങ്ങേറ്റ് ഗാസിയാപൂരുള്ള ഒരു ധാബയിലെത്തുന്നത്. അവിടെ എത്തി അവിടെയുള്ള ആളുകളോട് ചെറിയ ഹെൽപ്പ് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ആ ധാബയിലത്തെ ആളുടെ ഫോണിൽ നിന്ന് ഈ പെൺകുട്ടി തൻ്റെ ബ്രദറിനെ വിളിക്കുകയായിരുന്നു. തൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇൻഫോർമേഷൻ പോയിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം അവർ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ട്രക്കിങ്ങിന് പോവുമായിരുന്നു. അപ്പോൾ ഒരു 2-3 പേര് വന്നിങ്ങേറ്റ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യായിരുന്നു. അറ്റാക്ക് ചെയ്ത സമയത്ത് ഹസ്ബൻഡ് റെസിസ്റ്റ് ചെയ്യാൻ ചെയ്ത സമയത്ത് അയാളെ ഇവർ കൊലപ്പെടുത്തി. അതിനുശേഷം എന്നെ ഡ്രഗ് ചെയ്തിട്ട് കിഡ്നാപ്പ് ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് പോലും എനിക്കറിയില്ല. എന്നെ ഒരു ഫുൾ ടൈം ഡ്രഗ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പോലും അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ സ്ത്രീ ആദ്യം പോലീസിന് കൊടുത്തൊരു മൊഴി. എന്നാൽ പോലീസുകാർ ആ സ്ത്രീയുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. താനും തൻ്റെ കാമുകനും പ്ലാൻ ചെയ്തിട്ടാണ് തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്നുള്ളൊരു കാര്യം ആ ഒരു സ്ത്രീ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. തൻ്റെ സ്വന്തം ഹസ്ബൻഡിനെ ഹണിമൂണിന് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ആ ഒരു സ്ത്രീയുടെ വാർത്ത നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിൽ മുഴുവൻ ചർച്ചാ വിഷയമാവുകയാണ്. സോനം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹത്തിന് ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ രാജ് കുഷ്വാഹയെ വിവാഹം കഴിക്കാനായിരുന്നു അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാമുകൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സോനമിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ടായിരുന്നു ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോനത്തിനെക്കാട്ടിലും ഒരു 4-5 വയസ്സ് താഴെയാണ്, അതായത് ഇളയതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ വീട്ടുകാർക്ക് അറിയാവുന്നതായിട്ടും പറയുന്നുണ്ട്. അതായത് ഇതെന്തായാലും നടക്കില്ല എന്നുള്ള രീതിയിൽ വീട്ടുകാർ സോനമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവനെക്കാട്ടിലും പ്രായത്തിൽ കുറവാണ്, പിന്നെ അവൻ നമ്മളുടെ വെറും ജോലിക്കാരനാണ്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും മാച്ച് ആവില്ല, അപ്പോൾ ഇതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്തായാലും നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് രാജാ രഘുവംശിയുടെ കാര്യം പറയുന്നത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിക്ക് തീരെ താല്പര്യമില്ലാതെയായിരുന്നു വിവാഹവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തതും. എന്നാൽ ആ പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ ഫാമിലിയുടെ അടുത്തോ ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഹസ്ബൻഡിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ കാമുകൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളതായിരുന്നു ആ ഒരു പെൺകുട്ടി ചിന്തിച്ചത്. അതായത് തൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ വിധവയാവുമല്ലോ. വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ എന്താ പറയുക, മുൻ കാമുകം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീട്ടുകാർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ അവനെ കല്യാണം കഴിച്ചെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. ഈ കൊട്ടേഷൻ്റെ ആളുകളൊക്കെ സെറ്റ് ചെയ്തു, അവർക്ക് കൊടുക്കാനുള്ള പൈസ വേണമല്ലോ. അപ്പോൾ ഈ ഹണിമൂണിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രഘുവംശിയുടെ അടുത്ത് നിന്ന് ഈ സ്ത്രീ കുറച്ചധികം പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ വലിയൊരു എമൗണ്ടും കൊട്ടേഷൻകാരെ ഹയർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവർ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മേഘാലയയിൽ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തോട്ട് പോകാം, അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി വളരെ എളുപ്പത്തിൽ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ ഇവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മേഘാലയയിൽ ഉള്ള സമയത്ത് ഓൾറെഡി കില്ലേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇവരുമായിട്ട് സോനം കോണ്ടാക്റ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആ ഒരു സമയത്ത് അവരങ്ങോട്ട് എത്തുന്നതും അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ട്രാപ്പിൽ ഇയാൾ വന്ന് വീഴുന്നതും. ഈ ഒരു രാജാ രഘുവംശിയെ കൊല്ലുന്ന ആ ഒരു ടൈമിലൊക്കെ ഈ സ്ത്രീ നോക്കി നിൽക്കായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലുള്ളൊരു മൈൻഡ് സെറ്റിൽ തൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരിക്കാം ആ സ്ത്രീ അവിടെ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനുശേഷമാണ് അവർ ഉത്തർപ്രദേശിലെത്തിയത്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോനത്തിൻ്റെ കാമുകൻ, ബാക്കിയുള്ള 3 ആളുകൾ, അതായത് കൊട്ടേഷൻ കൊടുത്ത ആളുകൾ, ഇവരെല്ലാവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സോനമിൻ്റെ ഫാമിലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോനം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല.
ഇത് ട്രാപ്പ് ചെയ്തതാണ്, അല്ലാതെ അങ്ങനെ വരാനായിട്ട് വഴിയൊന്നുമില്ല, ഞങ്ങളുടെ മകൾ അങ്ങനെയുള്ള ഒരാളല്ല, ഈ ഒരു കേസ് CBIക്ക് വിടണം എന്നുള്ള തരത്തിലാണ് സോനുവിൻ്റെ മാതാപിതാക്കൾ പ്രതികരിച്ചത്. എന്നാൽ ഈ ഒരു പയ്യൻ്റെ രാജാ രഘുവംശിയുടെ വീട്ടുകാർ പറഞ്ഞത് ഏറ്റവും മാക്സിമം ശിക്ഷ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു തരത്തിലാണ് അവർ പ്രതികരിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയേ, കല്യാണത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യനെ കൊലപ്പെടുത്തുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങളെത്തി. ഇതിൻ്റെ ഇടയിൽ എന്തോരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു സ്ത്രീക്ക് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ താല്പര്യം തീരെയില്ല. അല്ലാതെ ഒരു കൊലപാതകം ചെയ്യുന്നതിൽ എന്തോരം എളുപ്പമാണ് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ തൻ്റെ ഭാവി വരൻ്റെ അടുത്ത് പറയുന്നത്. അതായത് എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാനായിട്ട് എന്തായാലും നടക്കില്ല, എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്, ഞാൻ അയാളെ കൂടെ ജീവിക്കുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആളുടെ കൂടെ പോകുന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ നടക്കാനുള്ള സാധ്യത തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ വായ തുറന്ന് പറയായിരുന്നല്ലോ, അതൊരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ ഇങ്ങനെയുള്ളൊരു അത്രയും ക്രൂവലായിട്ടുള്ളൊരു മൈൻഡിലോട്ട് എത്തിയിട്ടുണ്ടാവുക. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവസാനം എല്ലാവരും ജയിലിലാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. ഇനിയും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൽ വരാനുള്ള സാധ്യതകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.